ഒരു സെൻറ്റൻസിലെ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ലൊക്കേഷൻ, ടൈം, ഡിറക്ഷൻ എന്നിവയൊക്കെ ആകാം. ഫോർ എക്സാമ്പിൾ, ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. പൂച്ച മേശപ്പുറത്താണ്. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ഈ സെൻറ്റൻസിൽ ഓൺ എന്നത് പൂച്ച എവിടെയാണ് എന്ന് നമ്മോട് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. നമ്മുടെ സംഭാഷണത്തിൽ സാധാരണയായാലും മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇൻ, ഓൺ, അറ്റ്, ബൈ, ഫോർ, വിത്ത്, അതുപോലെ തന്നെ ടു, ഓഫ്, ഫ്രം എന്നിവയൊക്കെ. ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എല്ലാം ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേക്കാളും നല്ലത് ഭാഗങ്ങളായി പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ ഇന്ന് നമുക്ക് ഇൻ, ഓൺ, അറ്റ് എന്നിവയുടെ പ്രയോഗങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. മറ്റുള്ളവ നമുക്ക് അടുത്ത വീഡിയോസിൽ മനസ്സിലാക്കാം. ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെ ഒരു ഗ്രാമർ പഠന ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതയായിരിക്കുന്നത്. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും, എങ്കിലും സാരമില്ല. നമുക്ക് കൂടുതൽ പ്രിപ്പോസിഷൻസ് മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഓർ കമൻറ്റ്സ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. പോകാം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. ആദ്യം നമുക്ക് ഇൻ എന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. ഇൻ എന്നതിന് ഇൽ എന്ന അർത്ഥമാണ് വരുന്നത്. ഇവ പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. മെയിനായിട്ട് രണ്ട് സിറ്റുവേഷൻസ് യൂസ് ചെയ്യാം. ഒന്ന്, ഒരു സംഭവം നടന്ന സമയം കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നടന്നതാവാം, നടക്കാൻ പോകുന്നതാവാം, എന്തോ ആകട്ടെ, ആ ഒരു ടൈം കാണിക്കാൻ വേണ്ടി നമുക്ക് ഇൻ ഉപയോഗിക്കാം. അതായത് ഇന്ന സംഭവം നടന്നത് ഇന്ന മാസത്തിലാണ്, ഇന്ന വർഷത്തിലാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ സമയത്ത് മാസങ്ങളുടെയും വർഷങ്ങളുടെയും ഒക്കെ കൂടെ നമുക്ക് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഇൻ ഡിസംബർ. ഞാൻ ജനിച്ചത് ഡിസംബറിലാണ്. ഡിസംബറിൽ, അവിടെ ഇൻ ഡിസംബർ. ഐ വാസ് ബോൺ ഇൻ ഡിസംബർ. ഞാൻ ജനിച്ചത് ഡിസംബറിലാണ്. ഐ വാസ് ബോൺ ഇൻ ഡിസംബർ. അവർക്ക് ഡിസംബറിൽ എക്സാംസ് ഉണ്ട്. അതെങ്ങനെ പറയാം? ദേ ഹാവ് എക്സാംസ് ഇൻ ഡിസംബർ. ദേ ഹാവ് എക്സാംസ് ഇൻ ഡിസംബർ. അവർക്ക് ഡിസംബറിൽ എക്സാംസ് ഉണ്ട്. ദേ ഹാവ് എക്സാംസ് ഇൻ ഡിസംബർ. ഇൻ ഡിസംബർ, ഡിസംബറിൽ. ദേ ഹാവ് എക്സാംസ് ഇൻ ഡിസംബർ. ഐ വാസ് ബോൺ ഇൻ 2000. ഞാൻ ജനിച്ചത് 2000-ലാണ്. ഐ വാസ് ബോൺ ഇൻ 2000. ഞാൻ ജനിച്ചത് 2000-ലാണ്. ഐ വാസ് ബോൺ ഇൻ 2000. ഇവിടെ ഇയർ വന്നതുകൊണ്ട് ഇന്ന് വന്നു. ഐ വാസ് ബോൺ ഇൻ 2000. ദ ബുക്ക് വാസ് റിട്ടൺ ഇൻ 1982. 1982-ലാണ് പുസ്തകം എഴുതിയത്. ദ ബുക്ക് വാസ് റിട്ടൺ ഇൻ 1982. 1982-ലാണ് പുസ്തകം എഴുതിയത്. ദ ബുക്ക് വാസ് റിട്ടൺ ഇൻ 1982. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന മാസത്തിൽ, ഇന്ന വർഷത്തിൽ ഇത് നടന്നു അല്ലെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു ദിവസത്തിലെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നെ രാവിലെ വിളിക്കാം. അതങ്ങനെ പറയാം. ഐ വിൽ കോൾ യു ഇൻ ദ മോർണിംഗ്. ഐ വിൽ കോൾ യു ഇൻ ദ മോർണിംഗ്. ഐ വിൽ കോൾ യു ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ പല്ല് തേക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ പല്ല് തേക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ പല്ല് തേക്കുന്നു. ഞാൻ എൻ്റെ ഹോംവർക്ക് ഉച്ച കഴിഞ്ഞാണ് ചെയ്യാറ്. അതങ്ങനെ പറയാം. ഐ ഡു മൈ ഹോംവർക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ. ഐ ഡു മൈ ഹോംവർക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ. ഞാൻ എൻ്റെ ഹോംവർക്ക് ഉച്ച കഴിഞ്ഞാണ് ചെയ്യാറ്. ഐ ഡു മൈ ഹോംവർക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ. ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട്. വി ഗോ ഫോർ എ വാക്ക് ഇൻ ദി ഈവനിങ്. വി ഗോ ഫോർ എ വാക്ക് ഇൻ ദി ഈവനിങ്. ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട്. വി ഗോ ഫോർ എ വാക്ക് ഇൻ ദി ഈവനിങ്. വി ഗോ ഫോർ എ വാക്ക് ഇൻ ദി ഈവനിങ്. അതുപോലെ സീസൺസിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ഉപയോഗിക്കണം. അതായത് വിൻ്റർ സീസൺ, സമ്മർ സീസൺ, മോൺസൂൺ സീസൺ, ഓട്ടം സീസൺ, അതുപോലെ തന്നെ സ്പ്രിംഗ് സീസൺ എന്നൊക്കെ പറയല്ലേ. ആ സമയങ്ങളിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, വേനൽക്കാലത്ത് ഐസ്ക്രീം പെർഫെക്റ്റ് ആണ്. അതങ്ങനെ പറയാം. ഐസ്ക്രീം ഈസ് പെർഫെക്റ്റ് ഇൻ ദ സമ്മർ. ഐസ്ക്രീം ഈസ് പെർഫെക്റ്റ് ഇൻ ദ സമ്മർ. ഐസ്ക്രീം ഈസ് പെർഫെക്റ്റ് ഇൻ ദ സമ്മർ. തണുപ്പ് കാലത്താണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതങ്ങനെ പറയാം. വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ ദ വിൻ്റർ. വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ ദ വിൻ്റർ. തണുപ്പ് കാലത്താണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ ദ വിൻ്റർ.
വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ ദ വിൻ്റർ. മനസ്സിലായോ? നമ്മളൊരു ദിവസത്തിലെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ നമുക്ക് ഇൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ സീസൺസിൻ്റെ കൂടെയും നമുക്ക് ഇൻ ഉപയോഗിക്കണം. അടുത്തത്, ഏതെങ്കിലും ഒരു വസ്തു എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടി, അതായത് അതിൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടി നമുക്ക് ഇൻ ഉപയോഗിക്കണം. അതായത് അടഞ്ഞ ഇടങ്ങളിൽ, മുറിക്കുള്ളിൽ, വീടിനുള്ളിൽ, ക്ലാസ് റൂമിൽ എന്നൊക്കെ പറയില്ലേ, ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ദ ഫോൺ ഈസ് ഇൻ മൈ പോക്കറ്റ്. ഫോൺ എൻ്റെ പോക്കറ്റിൽ ആണ്. ദ ഫോൺ ഈസ് ഇൻ മൈ പോക്കറ്റ്. ഫോൺ എൻ്റെ പോക്കറ്റിലാണ്. ദ കീ ഈസ് ഇൻ ദ ബോക്സ്. താക്കോൽ പെട്ടിയിലാണ്. ദ കീ ഈസ് ഇൻ ദ ബോക്സ്. താക്കോൽ പെട്ടിയിലാണ്. അതുപോലെ ക്രയോൺസ് പെട്ടിയിലാണ്. അതെങ്ങനെ പറയാം? ദ ക്രയോൺസ് ആർ ഇൻ ദ ബോക്സ്. ദ ക്രയോൺസ് ആർ ഇൻ ദ ബോക്സ്. ക്രയോൺസ് പെട്ടിയിലാണ്. ദ ക്രയോൺസ് ആർ ഇൻ ദ ബോക്സ്. മനസ്സിലായോ? ഇനി അടുത്തത്, നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി, സ്റ്റേറ്റ്സ്, വില്ലേജ്, അതുപോലെ തന്നെ സിറ്റീസ് എന്നിവയൊക്കെ പറയല്ലേ, അതായത് ഏതെങ്കിലും ഒരു വലിയ ഏരിയയുടെ ഉള്ളിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ വേണം ഉപയോഗിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, അവൻ ഡൽഹിയിലാണ്. അതെങ്ങനെ പറയാം? ഹീസ് ഇൻ ഡൽഹി. ഹീസ് ഇൻ ഡൽഹി. അവൻ ഡൽഹിയിലാണ്. അതെങ്ങനെ പറയുന്നത്? ഹീസ് ഇൻ ഡൽഹി. ഹീ ഈസ് ഇൻ ഡൽഹി. ജയ്പൂർ രാജസ്ഥാനിലാണ്. അതെങ്ങനെ പറയാം? ജയ്പൂർ ഈസ് ഇൻ രാജസ്ഥാൻ. ജയ്പൂർ ഈസ് ഇൻ രാജസ്ഥാൻ. ജയ്പൂർ ഈസ് ഇൻ രാജസ്ഥാൻ. ജയ്പൂർ രാജസ്ഥാനിലാണ്. അടുത്തത്, ഇനി യൂസ് ചെയ്യുന്നത് വാഹനങ്ങളെ പറ്റി പറയുമ്പോഴാണ്. അതായത് നാം പറയുന്ന ഒരു ചെറിയ വാഹനത്തെ പറ്റിയാണെങ്കിൽ, ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ചെറിയൊരു വാഹനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ കാറിലാണ്. അതെങ്ങനെ പറയാം? വി ആർ ഇൻ ദ കാർ. വി ആർ ഇൻ ദ കാർ. വി ആർ ഇൻ ദ കാർ. അവൾ ജോലിക്കായിട്ട് ഒരു ടാക്സിയിൽ പോകുന്നു. അതെങ്ങനെ പറയാം? ഷീ ട്രാവൽസ് ഇൻ എ ടാക്സി ടു വർക്ക്. ഷീ ട്രാവൽസ് ഇൻ എ ടാക്സി ടു വർക്ക്. അവൾ ജോലിക്കായി ഒരു ടാക്സിയിൽ പോകുന്നു. ഷീ ട്രാവൽസ് ഇൻ എ ടാക്സി ടു വർക്ക്. ദ സ്റ്റുഡൻസ് ആർ ഇൻ എ സ്കൂൾ വാൻ. വിദ്യാർത്ഥികൾ ഒരു സ്കൂൾ വാനിലാണ്. ദ സ്റ്റുഡൻസ് ആർ ഇൻ എ സ്കൂൾ വാൻ. വിദ്യാർത്ഥികൾ ഒരു സ്കൂൾ വാനിലാണ്. ഇതിൻ്റെ പ്രയോഗം എന്തെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓണിൻ്റെ പ്രയോഗം മനസ്സിലാക്കാം. ഫസ്റ്റ് യൂസേജ് നോക്കാം. ഡേറ്റ്സിൻ്റെ കൂടെ നമുക്ക് ഓൺ ഉപയോഗിക്കണം. അതായത് മൺഡേ, സൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ തുടങ്ങിയ എല്ലാ ഡേറ്റ്സിൻ്റെ കൂടെ നമുക്ക് ഓൺ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ദേ പ്ലാൻ ടു ട്രാവൽ ഓൺ ട്യൂസ്ഡേ. അവർ ചൊവ്വാഴ്ച യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ദേ പ്ലാൻ ടു ട്രാവൽ ഓൺ ട്യൂസ്ഡേ. ദേ പ്ലാൻ ടു ട്രാവൽ ഓൺ ട്യൂസ്ഡേ. വെള്ളിയാഴ്ച രാത്രിയിലാണ് പാർട്ടി. അതെങ്ങനെ പറയാം? ദ പാർട്ടി ഈസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ദ പാർട്ടി ഈസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. അതുപോലെ തന്നെ ഡേറ്റുകളുടെ കൂടെ നമുക്ക് ഓൺ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ദി എക്സാം ഈസ് ഓൺ മാർച്ച് 10th. ദി എക്സാം ഈസ് ഓൺ മാർച്ച് 10th. മാർച്ച് 10-നാണ് എക്സാം. ദി എക്സാം ഈസ് ഓൺ മാർച്ച് 10th. ഇനിയും എന്തെങ്കിലും ഒരു സാധനത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു വസ്തു വെച്ചിരിക്കുന്നു അല്ലെ ഘടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയേണ്ടതിന് നമുക്ക് ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ക്ലോക്ക് ചുമരിലാണ്. ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. അതുപോലെ തന്നെ പുസ്തകം മേശപ്പുറത്താണ്. അതെങ്ങനെ പറയാം? ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. പുസ്തകം മേശപ്പുറത്താണ്. അതുപോലെ തന്നെ വലത്തുഭാഗത്ത്, ഇടത്തുഭാഗത്ത് എന്നൊക്കെ പറയുവാൻ വേണ്ടി ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ ഷോപ്പ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. വലത്തുഭാഗത്താണ് കട. ദ ഷോപ്പ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. വലത്തുഭാഗത്താണ് കട. എൻ്റെ ഓഫീസ് 2ാം നിലയിലാണ്. അതെങ്ങനെ പറയാം? മൈ ഓഫീസ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. മൈ ഓഫീസ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. എൻ്റെ ഓഫീസ് 2ാം നിലയിലാണ്. മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ അടയാളപ്പെടുത്താം. അതങ്ങനെ പറയാം? ലെറ്റ്സ് മാർക്ക് ദ ലൊക്കേഷൻ ഓൺ ദ മാപ്പ്. ലെറ്റ്സ് മാർക്ക് ദ ലൊക്കേഷൻ ഓൺ ദ മാപ്പ്. ലെറ്റ്സ് മാർക്ക് ദ ലൊക്കേഷൻ ഓൺ ദ മാപ്പ്. മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ അടയാളപ്പെടുത്താം. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. നാം ഇന്ന് പഠിച്ചപ്പോൾ
ചെറിയ വാഹനങ്ങളെ പറ്റി പറയുമ്പോൾ, അതായത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ചെറിയ വാഹനങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ ഓണും വാഹനങ്ങളുടെ കൂടെ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇരുന്നോ നിന്നോ യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയ വാഹനങ്ങളായ ബസ്, ട്രെയിന്, പ്ലെയിന് പോലുള്ള വലിയ വാഹനങ്ങളുടെ കൂടെയാണ് നാം ഓൺ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ 2 വീലറിൻ്റെ കൂടെ നമുക്ക് ഓൺ യൂസ് ചെയ്യണം. ഓൺ ദ ബൈക്ക്, ഓൺ ദ സൈക്കിൾ എന്നൊക്കെ. അതുപോലെ തന്നെ ഏതെങ്കിലും മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ ഓൺ ദ TV, ഓൺ ദ റേഡിയോ, ഓൺ ദ സോഷ്യൽ മീഡിയ, ഇവയുടെ കൂടെയൊക്കെ നമുക്ക് ഓണാണ് ഉപയോഗിക്കേണ്ടത്. ഓണിൻ്റെ പ്രയോഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അറ്റ് എന്ന പ്രിപ്പോസിഷനും കൂടെ നോക്കാം. അറ്റ് എന്ന പ്രിപ്പോസിഷൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിനെയോ അല്ലെങ്കിൽ പ്ലേസിനെയോ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കൃത്യസമയത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി. അതായത് അറ്റ് 5 o'clock, അറ്റ് 2:30 PM, അറ്റ് 3 o'clock എന്നൊക്കെ പറയാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 3 o'clock. മീറ്റിംഗ് 3 മണിക്ക് ആരംഭിക്കുന്നു. ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 3 o'clock. മീറ്റിംഗ് 3 മണിക്ക് ആരംഭിക്കുന്നു. ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 3 o'clock. മീറ്റിംഗ് 3 മണിക്ക് ആരംഭിക്കുന്നു. ഞാൻ 3 മണിക്ക് നിങ്ങളെ വിളിക്കാം. ഐ വിൽ കോൾ യു അറ്റ് 3 PM. ഐ വിൽ കോൾ യു അറ്റ് 3 PM. ഞാൻ നിന്നെ 3 മണിക്ക് വിളിക്കാം. ഐ വിൽ കോൾ യു അറ്റ് 3 PM. കടകൾ രാവിലെ 9 മണിക്ക് തുറക്കും. ദ സ്റ്റോർസ് ഓപ്പൺ അറ്റ് 9 AM. ദ സ്റ്റോർസ് ഓപ്പൺ അറ്റ് 9 AM. മനസ്സിലായില്ലേ? ഇനി അടുത്തത് പ്ലേസിൻ്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു രാജ്യങ്ങളുടെ ഉള്ളിൽ, സിറ്റികളുടെ ഉള്ളിൽ, വില്ലേജുകളുടെ ഉള്ളിൽ എന്നൊക്കെ പറയാൻ വേണ്ടി ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് എന്നല്ലേ. എന്നാൽ അറ്റ് യൂസ് ചെയ്യുന്നത് കൃത്യമായി പറയുവാൻ വേണ്ടിയാണ്. അതായത് അറ്റ് ഹോം, അറ്റ് ഓഫീസ് എന്നൊക്കെ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ കോളേജിൽ ആയിരുന്നു. വി വർ അറ്റ് ദ കോളേജ്. വി വർ അറ്റ് ദ കോളേജ്. ഞങ്ങൾ കോളേജിൽ ആയിരുന്നു. വി വർ അറ്റ് ദ കോളേജ്. അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഹി വാസ് അറ്റ് ദ ബാങ്ക്. ഹി വാസ് അറ്റ് ദ ബാങ്ക്. അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഹി വാസ് അറ്റ് ദ ബാങ്ക്. ഐ എം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നു. ഐ എം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നു. അറ്റിൻ്റെ പ്രയോഗവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർ എന്നത് എന്ത് എന്ന് മനസ്സിലാക്കാം. ഫോർ എന്നതിന് വേണ്ടി എന്നാണ് അർത്ഥം. അവനു വേണ്ടി, ഇന്നതിനു വേണ്ടി, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിന് വേണ്ടിയാണ് നാം ഫോർ ഉപയോഗിക്കുന്നത്. കൂടുതൽ എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഷീ ഈസ് കുക്കിംഗ് ഫോർ ദ ഫാമിലി. അവൾ കുടുംബത്തിന് വേണ്ടി പാചകം ചെയ്യുന്നു. ഷീ ഈസ് കുക്കിംഗ് ഫോർ ദ ഫാമിലി. ഷീ ഈസ് കുക്കിംഗ് ഫോർ ദ ഫാമിലി. അവൾ കുടുംബത്തിന് വേണ്ടി പാചകം ചെയ്യുന്നു. ഷീ ഈസ് കുക്കിംഗ് ഫോർ ദ ഫാമിലി. ഒരു പുതിയ കാറിനായി ഞങ്ങൾ പണം സമ്പാദിക്കും. ഒരു പുതിയ കാറിന് വേണ്ടി ഞങ്ങൾ പണം സമ്പാദിക്കും. വി വിൽ ഏൺ മണി ഫോർ എ ന്യൂ കാർ. വി വിൽ ഏൺ മണി ഫോർ എ ന്യൂ കാർ. വി വിൽ ഏൺ മണി ഫോർ എ ന്യൂ കാർ. ഒരു പുതിയ കാറിന് വേണ്ടി ഞങ്ങൾ പണം സമ്പാദിക്കും. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് നടക്കാൻ പോകാം, അല്ലെ നടക്കാൻ വേണ്ടി പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. പ്ലീസ് വെയിറ്റ് ഫോർ മീ. എനിക്കായി കാത്തിരിക്കൂ. പ്ലീസ് വെയിറ്റ് ഫോർ മീ. എനിക്കായി കാത്തിരിക്കൂ, അല്ലെ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ. പ്ലീസ് വെയിറ്റ് ഫോർ മീ. ഞാൻ നിങ്ങൾക്കായി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി, അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഐ മേഡ് എ സാൻഡ്വിച്ച് ഫോർ യു. ഐ മേഡ് എ സാൻഡ്വിച്ച് ഫോർ യു. ഐ മേഡ് എ സാൻഡ്വിച്ച് ഫോർ യു. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ഫോർ ഉപയോഗിക്കാം. അത് നാം മുമ്പ് സിൻസും ഫോറും പ്രാക്ടീസ് ചെയ്തപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. ആ വീഡിയോ കാണാത്തവർ അത് കാണുമല്ലോ. ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നാം മനസ്സിലാക്കി കഴിഞ്ഞു ഫോർ എന്നതിന് വേണ്ടി എന്നാണ് അർത്ഥം എന്നത്. വേണ്ടി എന്നർത്ഥം. എന്നാൽ വേറൊരു അർത്ഥത്തിൽ ഇത്ര നേരമായി, ഇത്ര കാലമായി എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഫോർ ഉപയോഗിക്കാം. അതായത് സമയ കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ഫോർ ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. ഒരു മണിക്കൂറായി, അതെങ്ങനെ പറയാം? ഫോർ ആൻ അവർ. ഫോർ ആൻ അവർ. ഒരു മണിക്കൂറായി. ഫോർ ആൻ അവർ. ഫോർ ആൻ അവർ. ഫോർ 5 years. 5 വർഷമായി. ഫോർ 5 years. 5 വർഷമായി. ഫോർ 5 years. കുറേ കാലമായി. ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി. ഫോർ എ ലോങ് ടൈം. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. 1 മണിക്കൂർ നേരമായി കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു.
The baby has been sleeping for an hour. The baby has been sleeping for an hour. The baby has been sleeping for an hour. 1 മണിക്കൂർ നേരമായി കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി രാജു ഇവിടെ ജോലി ചെയ്യുന്നു. രാജു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ for the last 3 years. Raju has been working here for the last 3 years. Raju has been working here for the last 3 years. കഴിഞ്ഞ 3 വർഷമായി രാജു ഇവിടെ ജോലി ചെയ്യുന്നു. അരമണിക്കൂർ നേരമായി അവൾ ബസ് കാത്തു നിൽക്കുന്നു. അല്ല, അരമണിക്കൂറോളമായി അവൾ ബസ് കാത്തു നിൽക്കുന്നു. She has been waiting for the bus for half an hour. She has been waiting for the bus for half an hour. She has been waiting for the bus for half an hour. എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? ഫോർ എന്നത് എന്താണെന്നും അതിൻ്റെ പ്രയോഗങ്ങൾ നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ നമുക്ക് അടുത്തത് വിത്ത് ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. സർവ്വസാധാരണമായി നമ്മുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വിത്ത് എന്നത്. വിത്ത് എന്നതിന് കൂടെ, ഒപ്പം എന്നാണ് ഒരർത്ഥം. അതായത് എൻ്റെ കൂടെ, നിൻ്റെ കൂടെ, അവളുടെ കൂടെ എന്നൊക്കെ നാം പറയുമ്പോൾ വിത്ത് ഉപയോഗിക്കുന്നു. കുറച്ച് സെൻറ്റൻസുകളൂടെ നമുക്കത് മനസ്സിലാക്കാം. ഹി ലീവ്സ് വിത്ത് ഹിസ് പേരൻസ്. അവൻ മാതാപിതാക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. ഹി ലീവ്സ് വിത്ത് ഹിസ് പേരൻസ്. അവൻ മാതാപിതാക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. ഷീ കെയിം വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ കൂട്ടുകാർക്കൊപ്പമാണ് വന്നത്. ഷീ കെയിം വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ കൂട്ടുകാർക്കൊപ്പമാണ് വന്നത്. ഷീ കെയിം വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ കൂട്ടുകാർക്കൊപ്പമാണ് വന്നത്. ഐ വെന്റ് ടു ദ പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം പാർക്കിൽ പോയി. I went to the park with my friends. ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊപ്പം പാർക്കിൽ പോയി. I went to the park with my friends. നാം ഈ പ്രാക്ടീസ് ചെയ്ത ഈ സെൻറ്റൻസുകളിൽ കൂടെ, ഒപ്പം എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതിന് വേണ്ടിയാണ് വിത്ത് ഉപയോഗിക്കുന്നത്. അതായത് ആരുടെയെങ്കിലും അല്ലെ മറ്റൊന്നിൻ്റെയെങ്കിലും സാന്നിധ്യം സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ വിത്ത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കൊണ്ട് എന്നൊരർത്ഥവും വിത്തിനുണ്ട്. ഫോർ എക്സാമ്പിൾ, we can see with our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. We can see with our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. Write with a pen. പേന കൊണ്ട് എഴുതൂ. Write with a pen. പേന കൊണ്ട് എഴുതൂ. Write with a pen. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ഈ സെൻറ്റൻസുകളിൽ ഒരു പ്രവൃത്തി നടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമോ അല്ലെങ്കിൽ ഒരു മാർഗമോ വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് വിത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരർത്ഥം ഉള്ള എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ സോ എ ഗേൾ വിത്ത് ബ്ലൂ ഐസ്. നീല കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഐ സോ എ ഗേൾ വിത്ത് ബ്ലൂ ഐസ്. നീല കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഐ സോ എ ഗേൾ വിത്ത് ബ്ലൂ ഐസ്. ദ ബുക്ക് വിത്ത് ദ റെഡ് കവർ. റെഡ് കവറുള്ള പുസ്തകം. ദ ബുക്ക് വിത്ത് ദ റെഡ് കവർ. റെഡ് കവറുള്ള പുസ്തകം. ദ ബുക്ക് വിത്ത് ദ റെഡ് കവർ. റെഡ് കവറുള്ള പുസ്തകം. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? 1-2 സെൻറ്റൻസ് കൊണ്ട് നോക്കിയാലോ. അവൻ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. ഹി സ്പോക്ക് വിത്ത് കോൺഫിഡൻസ്. ഹി സ്പോക്ക് വിത്ത് കോൺഫിഡൻസ്. അവൻ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. അവൾ അവളുടെ ജോലിയിൽ തിരക്കിലാണ്. ഷീ ഈസ് ബിസി വിത്ത് ഹെർ വർക്ക്. ഷീ ഈസ് ബിസി വിത്ത് ഹെർ വർക്ക്. അവൾ അവളുടെ ജോലിയിൽ തിരക്കിലാണ്. I am finishing this video here today. Stay well and keep learning English with us. May God bless you.